എല്ലാവർക്കും നമസ്കാരം. ഓണം ഇങ്ങെത്തിയല്ലേ. ഓണമായപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചേ ഇന്ന് എന്താണ് ഓണമായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. സാധാരണ നമ്മൾ ഓണനാളുകളിൽ പരിപ്പ് പായസം, ഗോതമ്പ് പായസം, സേമിയ പായസം, അടപ്രഥമൻ എല്ലാ വീടുകളിലും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരു ഓണത്തിന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചായിരുന്നു അവൽ പായസം. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇന്ന് എന്താ ഒരു ഓണമായിട്ട് സ്പെഷ്യലായിട്ട് എൻ്റെ ഉണ്ടാക്കുക. അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഓർത്തു ഒരു ഓട്സ് പായസം ആയിക്കോട്ടെ എന്ന്. കാരണം ഓട്സ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്, ഹെൽത്തിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു ഓട്സ് കഞ്ഞി കുടിക്കുക, അല്ലെങ്കിൽ ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കുക. ഓട്സ് കൊണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് പോയി പറഞ്ഞ പുട്ട്, കഞ്ഞി ഒക്കെ കഴിയാറ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരാളായിരുന്നില്ല, പക്ഷേ മക്കൾ പറയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ എനർജി കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റിലാണെന്ന് പറയും. സത്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് അതനുസരിച്ച് നമ്മൾ ചാപ്പാട് കഴിക്കും. അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും. അപ്പോൾ ഈ ഓട്സ് വെക്കുമ്പം ഒരു ഓട്സ് പായസം ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്ന ഒരു ഓട്സ് പായസമാണ്. അത് കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ കുടിക്കാവുന്ന ഒരു കൊച്ച്, അധികം ചേരുവകളൊന്നും ഇല്ലാത്ത ഒരു കൊച്ചു പായസം. കാരണം അത് പറയാൻ കാര്യം വെച്ചാൽ അത് മധുരം, ഈ ഷുഗറും കൊളസ്ട്രോൾ ഉള്ളവർ ഇച്ചിരി എന്താ പറയുക, നെയ്യും മധുരമൊക്കെ കുറച്ച് ഉണ്ടാക്കും. പിന്നെ ശർക്കര ഞാനിപ്പോൾ പഞ്ചസാരയിലാണ് ഉണ്ടാക്കുന്നത്. പഞ്ചസാരയിൽ മാത്രമല്ല ശർക്കരയിലും ഉണ്ടാക്കാം. അത് ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്കിത് ആദ്യം ഞാനിപ്പോൾ ഓട്സ് പായസം വയ്ക്കാൻ പോകുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ചേർക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഓട്സ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓട്സ് ഇട്ടപ്പോൾ ഞാൻ വെള്ള ഓട്സാണിത്. വെള്ള ഓട്സ് ഞാൻ ലേശം പാലൊഴിച്ചായിരുന്നു ഓട്സിനകത്ത്. ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓട്സ് നമ്മൾ എന്തെടുത്താലും നമ്മളൊന്ന് ഇച്ചിരി ലേശം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നമ്മളിങ്ങനെ നമ്മളൊന്നും ഇങ്ങനെ എടുക്കുമല്ലോ ചെറുതായിട്ട്. അതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇച്ചിരി പാലൊഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് പെട്ടെന്ന് വേഗം. പിന്നെ അധികം സമയമൊന്നും വേണ്ടത്. ഞാനിത് ഇതുണ്ടാ അടുപ്പിൽ വെച്ച് ഞാൻ ഉദ്ദേശിച്ച ഓട്സ് അടുപ്പിൽ വെച്ചു. ഞാൻ പാലാണ് ഒഴിക്കുന്നത്. ആ പാല് കിടന്നങ്ങ് വേവട്ടെ. ഒന്ന് തിളച്ചാൽ മതി. ഓട്സ് നമ്മൾ നിലക്കി കൊടുത്തുകൊണ്ടിരിക്കണ അറിയോ, അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണിത്. ഈ ഓണം നാളുകളിലാണല്ലോ ഏറ്റവും കൂടുതൽ പായസങ്ങൾ വെക്കുക. അല്ലെങ്കിൽ നമ്മളെപ്പോഴാണ് പായസം വെക്കുക? നമ്മുടെ മക്കളുടെ പിറന്നാളോ അല്ല എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോഴായിരിക്കും നമുക്ക് പായസം വെക്കുക. പക്ഷെ ഞങ്ങൾ സിനിമയെ സംബന്ധിച്ചെന്ന് പറയാൻ, സിനിമകളിലെ ഓണത്തിന് ഞങ്ങൾക്ക് എന്നും തന്നെ ഓണം തന്നെ പറയാം സിനിമയിൽ. കാരണം എല്ലാ വിഭവങ്ങളും ഉണ്ടാവും. പിന്നെ പായസം എന്നും ഉണ്ടാവും. അത് നമ്മുടെ സിനിമയുടെ ഒരു ലോകത്തുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യം ഞാൻ പറയാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെപ്പോഴും പായസം വയ്ക്കുന്ന ഒന്നെങ്കിൽ നമ്മൾ ഓണം പിറന്നാളുകളൊക്കെ ആഘോഷിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഓണം ഇപ്പം പഴയതുപോലെയുള്ള ഓണം ഞാനൊക്കെ എൻ്റെ പുറകോട്ട് പോകണ പഴയ പോലുള്ള ഓണം ഇന്നത്തെ ആൾക്കാരത് ആഘോഷിക്കാറുണ്ടോ? ഇന്നെല്ലാവരും ഫാസ്റ്റ് ലൈഫാണ് എല്ലാവരും ജീവിതത്തിൽ പോകുന്നത്. ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഓരോ രാജ്യങ്ങളിൽ ഓരോ ഷോസ് പോകുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കും, നമ്മുടെ ഈ കേരളത്തിലുള്ള ആൾക്കാരെക്കാളും കേരളത്തിൽ നിന്ന് ജോലിക്ക് പോയി അന്യദേശത്ത് പോയി, ഇപ്പോൾ USA ആയാലും കാനഡ ആയാലും ലണ്ടൻ, ഓസ്ട്രേലിയ ഒക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം മലയാളികളാണ്. അവരാണ് ഒന്നും കൂടി ഞാൻ നോക്കിയിട്ട് കൃത്യമായിട്ട് ഓണം ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. നമ്മളിവിടെ കുറച്ച് 2-3 വരെ ഇന്നീ കൊല്ലമൊന്നും വെക്കുമൊന്നും വേണ്ട, നമുക്ക് അടുത്ത കിടന്ന പോലെ പാഴ്സൽ വല്ലതും മേടിക്കാം, ഓണം കിറ്റ് കിട്ടും മേടിക്കാം. ഇപ്പം എന്താ കിട്ടാത്തേ? വാഴയില കിട്ടും, അത്തപ്പൂ കിട്ടും. ഇന്ന് കഷ്ടപ്പെടാൻ ആദ്യം ആൾക്കാർക്ക് സമയമില്ല. ഇപ്പോൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയോ അതൊക്കെ സത്യമാണ്. പക്ഷേ ചില വീടുകളിൽ ഒക്കെ ഇപ്പം പൂക്കളം, പിന്നെ പൂക്കളുടെ ഒരു ദാരിദ്ര്യം. എപ്പോഴും ഞാൻ മക്കളോട് പറയും, എൻ്റെ ഒരു
ബാല്യകാലം ഞാൻ ഇപ്പോഴാണ് അതിൻ്റെ ഒരു വില അറിയുന്നത്. ആ ബാല്യകാലത്തുള്ള ഓണങ്ങളെന്ന് പറഞ്ഞാൽ ഈ തുമ്പപ്പൂ പറിക്കാൻ പോവുക, പല ഇങ്ങനെ പുറകോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. വേറെ ആരുടെയൊക്കെ സ്ഥലങ്ങളായിരിക്കും, നമ്മുടെ സ്ഥലം മാത്രമല്ല മറ്റുള്ള ആരുടെയൊക്കെ സ്ഥലങ്ങളിൽ കാട്ടുപൂക്കളൊക്കെ ഉണ്ടാവും. കാട്ടുപൂക്കളിൽ നമ്മൾ ഒരുപാട് പൂക്കളുണ്ടാവും, നല്ല വ്യത്യാസമുള്ള നല്ല എന്താ പറയണേ, പൂവിന് പേരെനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല. പലതരത്തിലുള്ള വയലറ്റ് പൂക്കൾ, വെള്ളപ്പൂക്കൾ, പിന്നെ എന്താ പറയണേ തെറ്റിപ്പൂക്കൾ, അങ്ങനെ ഒരുപാട് പൂക്കളുകൾ ഞങ്ങൾ കൊണ്ടുവന്ന് പിന്നെ വേറെണ്ണം പറയില്ല നമ്മൾ, എന്താണ് ഇതിൻ്റെയൊക്കെ പേര് മറന്നുപോയി, പിന്നെ ചെത്തിപ്പൂവ്, പിന്നെ എന്താ പറയുക, ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മറന്നുപോയി. റോസപ്പൂക്കൾ, അങ്ങനെ റോസപ്പൂ അല്ലിയൊക്കെ പറിച്ച് ഇത് കട്ട പിടിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വിശേഷങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കട്ട കൂടുന്നതോറും നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്താൽ അതങ്ങോട്ട് ലൂസായിക്കൊണ്ടിരിക്കും. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ആവും. ഞാൻ വിചാരിച്ചത് ഇത് പറയുന്നതിനനുബന്ധിച്ച് ഓണത്തിൻ്റെ എന്തെങ്കിലും വിശേഷം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഊഞ്ഞാൽ പല മാവിൻ്റെയോ അല്ലെങ്കിൽ പേരയുടെ ഒക്കെ കമ്പിൽ ഊഞ്ഞാൽ കെട്ടുക, ഊഞ്ഞാലാടുക, മടലൊക്കെ വെച്ചിട്ട് കയറൊക്കെ കെട്ടി മടലൊക്കെ വെട്ടിയിട്ട് അതിലിട്ടിട്ട് ഊഞ്ഞാൽ കെട്ടിയിട്ട് ആടുക. ആ ഒരു സുഖം ഉണ്ടല്ലോ. ഇന്ന് പിന്നെ ഊഞ്ഞാലുകളൊക്കെ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിൽ പോയി ഊഞ്ഞാലാടാം. അതൊന്നും പാർക്കൊന്നും വളരെ കുറവാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പാർക്കുകളൊന്നുമില്ല. ഞാൻ കോട്ടയം ഞങ്ങളുടെ നാടൻ പ്രദേശമായതുകൊണ്ട് അവിടെ പാർക്കുകളൊന്നുമില്ല. നമുക്കിതുപോലെ കയറും ഓലപ്പടലും ഒക്കെ കെട്ടിയിട്ടാണ് ഞങ്ങൾ പന്ത് കളിക്കുന്ന ഓല കൊണ്ട് പന്തുണ്ടാക്കും. ഓലപ്പന്ത് ഇന്നത്തെ കുട്ടികൾക്ക് ഓലപ്പന്ത് എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല, എന്താന്ന് പോലും അവർക്ക്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്കറിയില്ല. കാരണം ഇപ്പോഴെല്ലാം മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പം ഞാൻ ഓലപ്പന്ത് കൊണ്ട് കളിച്ചുകൊണ്ട് അത് ശരി എൻ്റെ മക്കൾക്ക് ഓലപ്പന്ത് ഉണ്ടാക്കി കൊടുക്കുക ആ ഒരു മനോചിന്ത ആർക്കും ഉണ്ടാവില്ല. ഉണ്ടാക്കി കൊടുക്കും. മുത്തശ്ശന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരിങ്ങനെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് പഴയ കാലത്തെ ഞങ്ങളുടെയൊക്കെ പിന്നെ പന്തുകൾ. ഇപ്പോഴല്ലേ റബ്ബർ പന്തും എന്താ പറയുക ക്രിക്കറ്റ് പന്ത് പോലത്തെയുള്ള ഈ സ്പോഞ്ച് പോലെയുള്ള പന്തുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ ചെയ്യത്തില്ല, ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണം നാളിൽ ഞങ്ങൾ തുമ്പിയെ പിടിക്കാൻ പോകും. എന്തിനാണെന്നറിയാമോ? ഈ തുമ്പിയുടെ അറ്റത്തെ വാലില്ല, വാലറ്റത്ത് നൂല് കെട്ടിയിട്ട് തുമ്പിയെ കൊണ്ട് ഇങ്ങനെ നടക്കും. ആ തുമ്പിയെ പോയി കയ്യിലിരുന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പാറിപ്പറക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുമ്പിയെ പിടിക്കാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. പഴയ പടങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു സീൻസുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊക്കെ യാഥാർത്ഥ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊക്കെ തുമ്പിയെ പിടിക്കാൻ പോയിട്ടുണ്ട്. ഇന്നും ബൈ ചാൻസ് വല്ല തുമ്പി എൻ്റെ വീട്ടിൽ കയറി വന്നാൽ ഞാൻ പെട്ടെന്ന് വിചാരിക്കാനും പിടിക്കാൻ നോക്കും. പിന്നെ വിചാരിക്കും വേണ്ട അത് പറന്ന് നോക്കട്ടെ, അതിനെന്തിനാ കെട്ടിയിടുന്നേ എന്ന് ഞാൻ വെച്ച് പറത്തി അങ്ങോട്ട് വിട്ടേക്കും. ചെറുപ്പത്തിൽ അതല്ല രസമല്ലേ, തുമ്പിയൊക്കെ പിടിച്ച് എല്ലാവരുമായിട്ട് ആത്തപ്പൂ അക്കിയാടുക. ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് കളമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ നമ്മൾ അക്കിയാടും. പിന്നെ കല്ലുകളി, നമ്മൾ ഈ 12 കല്ല് 5 കല്ല് 7 കല്ലുണ്ട്. ആ കല്ലൊക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓണനാളിൽ അയലൊക്കത്തെ പിള്ളേരുകളെല്ലാം വരും, ഞങ്ങളെല്ലാവരും ഇരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കല്ല് കളിക്കും. പിന്നെ നമ്മൾ ഈ പിള്ളേരുടെ കൈയൊക്കെ നിരത്തി ഇങ്ങനെ വെച്ചിട്ട് ആ കുത്താന വരുമ്പോൾ കല്ലെ കുത്തിക്കടും കൊത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചുറ്റും കൂടിയിരുന്ന ഓണനാളുകളിൽ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കളിക്കാറുണ്ട്. അതൊക്കെ എന്ത് രസകരമാണ്. ഇന്ന് പിള്ളേരൊക്കെ ഇന്നത്തെ പിള്ളേർ പിള്ളേരല്ല ആണോ അങ്ങനെ ഇരിക്കും. ചില പിള്ളേർ അയ്യേ ഇതെന്നാ കളിയാ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അന്നൊക്കെ അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര രസകരമായ ഒരു സംഭവമായിരുന്നു. ഇന്നൊക്കെ എനിക്ക് സത്യം പറയാൻ ഇന്നതൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുക, ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എൻ്റെ പിള്ളേർ, എൻ്റെ മൂത്ത മോൾ ഓസ്ട്രേലിയയിലാണ്. അവളെന്നും ഏത് വർഷം കൂടി വന്നാലും അവളിവിടെ വരുമ്പം അവൾക്ക് അങ്ങോട്ട് അടുത്ത കൊല്ലത്തെ ഓണത്തിനുള്ള പിള്ളേർക്കുള്ള ഡ്രസ്സ്, അവർക്കുള്ള ഡ്രസ്സ്, സെറ്റ് സാരി എല്ലാം എടുത്തുകൊണ്ട് എന്താ വെച്ചാൽ അവർക്ക് അവിടെ ഓണം ആഘോഷിക്കാനാണ്. വേണേൽ അവർക്ക് തന്നെ അവിടെ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നടന്നാൽ മതി. പക്ഷെ അതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ഓണനാളുകൾ വരുമ്പോൾ മക്കളെ ഓണത്തിന് ഇങ്ങനെയാണ് നമ്മൾ തല നിറച്ച് എണ്ണയൊക്കെ തേച്ച് രാവിലെ കുളിച്ച് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ ദോശയോ ഒക്കെ കഴിക്കുന്നു. നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ വിഭവസമർത്ഥമായ ഊണ് നമ്മൾ കഴിക്കുന്നു, പായസം കുടിക്കുന്നു. നമ്മുടെ പിള്ളേരെ അത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടാണ് പിള്ളേരത് അവരുടെ മക്കളേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അവരുടെ മക്കൾക്ക് അറിയത്തില്ലല്ലോ, അവരുടെ മക്കളിപ്പോൾ ഉണ്ടായ മക്കളല്ലേ, അപ്പോൾ അവർക്കെല്ലാം ഇപ്പോൾ അത്ഭുതമാണ്. എൻ്റെ മൂത്ത മോൾ അമ്മാൻ്റെയാണ്. അലീഷയും ജയിക്കും കുഞ്ഞാ. അമ്മാൻ്റെ വളരെ നമ്മുടെ ഓരോ കാര്യവും വളരെ അത്ഭുതത്തോടെയാണ് അമ്മാൻ്റെ ഇങ്ങനെ നോക്കി കാണുന്നേ. ആണോ
ആ അതെയോ അമ്മാൻ്റെ പുത്തിരി ഉടുപ്പ് ഓണമായല്ലോ. ആ ഓണാ. കൊച്ചിൻ്റെ സന്തോഷം കാണണം. ഓണാ കൊച്ചു പറയാ. ഞാൻ പറഞ്ഞ നല്ല പട്ടുപാലം ബ്ലൗസ് ആണല്ലോ. ആ അമ്മ വാങ്ങിയതാ. അവിടെ ആ സന്തോഷം കാണണം. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മോള് കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ടായിരുന്നു 1 മാസത്തേക്ക്. പോയപ്പോൾ ആക്ച്വലി ഞാനുണ്ടല്ലോ അവൾ ഓസ്ട്രേലിയയിൽ വീട് വാങ്ങി, മെൽബണിൽ വീട് വാങ്ങി. ഞാൻ നോക്കുമ്പോൾ അവിടെ പുറകിൽ ചീനി, വഴുതനങ്ങ, കാന്താരി, പിന്നെ വേപ്പില തൈ കിട്ടിയിട്ടില്ല. ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട് അവിടെ. ഒരു കിലോ ഒരെണ്ണം കിട്ടും, അടുത്തോടെയോ ഒരെണ്ണം കിട്ടിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കറിവേപ്പില തൈ, പിന്നെ എന്താ പറയണേ, മത്തങ്ങയൊക്കെ ഒരു കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, എന്തുമാത്രം ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്നതന്നെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഇതിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാനാണല്ലോ കൃഷി, എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് കൃഷി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം, കഷ്ടപ്പെടാൻ ഇഷ്ടമല്ല. മണ്ണിലൊക്കെ തോണ്ടി വിത്ത് പാകുക അത് കുറച്ച് മടിച്ചു ഞാൻ. അതെനിക്ക് പൂക്കളും ചെടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് സ്വന്തമായിട്ട് പറയില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം, എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കഷ്ടപ്പെടും. പക്ഷേ എനിക്ക് പേഴ്സണൽ കള്ളം അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ഒന്നും ചെയ്യത്തില്ല. എനിക്കിഷ്ടമല്ലത്. എനിക്കിഷ്ടമല്ലെന്നല്ല, എനിക്ക് കാണാൻ ഇഷ്ടമാണ്. ഇതൊക്കെ പോയി ഇങ്ങനെ ചെയ്യാന്നുള്ളത് അതെന്തോ അത് ഞാൻ കുറച്ചിങ്ങനെ പുറകോട്ട് നിൽക്കും. ഒരു പക്ഷേ അതിനോട് ചിലപ്പോൾ ഒരു ഫാഷൻ ഇല്ലാത്തതുകൊണ്ടാവും. എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആളാണ് ഇതിനെല്ലാം. പൂച്ചെടിയായാലും ഇപ്പോൾ കിഴങ്ങായാലും ചട്ടിക്കകത്തായാലും കാന്താരി, തക്കാളി ഒക്കെ ഇവിടെ വെച്ച് പിടിപ്പിക്കുന്ന ആളാണ്. നമുക്കൊക്കെ ഒരു പുള്ളി ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ പച്ചക്കറികളും മിക്കതും വീട്ടിൽ തന്നെ കിട്ടും നമുക്ക് എല്ലാം. അതുപോലെ തന്നെ പുള്ളി അവിടെ പിള്ളേരെ അടുത്ത് ചെന്നപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഓസ്ട്രേലിയയിൽ അവരുടെ പ്രദേശത്ത് നല്ല ആപ്പിൾ, പിന്നെ പേറ്, ഒരുപാട് നല്ല ഇത് കിട്ടുന്നുണ്ട്. നാരങ്ങ ഒക്കെ കിട്ടുമ്പോൾ അവിടെ വിളയുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ പക്ഷേ എന്തിനും ഒരു സ്ഥലം കണ്ടെത്തി അവർ. എനിക്ക് വളരെ അഭിമാനം തോന്നി കണ്ടപ്പോൾ. കാരണം എൻ്റെ മകൾ ഇവിടുന്ന് പോയിട്ടും കേരളത്തെ മറന്നില്ലല്ലോ, അല്ല കേരളത്തിൻ്റെ സംസ്കാരത്തെ മറന്നില്ലല്ലോ. അല്ല നമ്മുടെ വരുന്ന ഓണം നാൾ നമ്മുടെ വിശേഷങ്ങൾ, ഇപ്പോൾ ഓണമായാലും മറ്റെന്ത് വിശേഷമായാലും അവർ ഇവിടെ നമ്മളെ എങ്ങനെ ആഘോഷിക്കുന്നു അങ്ങനെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളും അവിടെ ഓസ്ട്രേലിയയിൽ ആഘോഷിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ അവരെല്ലാം ഒരുമിച്ച് കൂടും. വടംവലി, നമ്മൾ എപ്പോഴും പറയില്ലേ വടംവലി മത്സരം, ഈ ഓണനാളുകളിലാണ് വടംവലി വരുന്നത്. അപ്പോൾ അവിടെ 2 ഗ്യാങ്ങായിട്ട് കൂടി മത്സരവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവർ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് അവിടെ വാഴയില കിട്ടാനില്ല. വാഴയെല്ലാം ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോകും. പൂക്കൾ പിന്നെ അവിടെ മാക്സിമം പൂക്കൾ അവിടെ നല്ല പൂക്കൾ കിട്ടും. പൂക്കൾ ചത്തപ്പൂക്ക് കിട്ടും. അമ്മാൻ്റെക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതം. കാരണം അമ്മാൻ്റെ അവിടുത്തെ അന്തരീക്ഷത്തിൽ വളരുന്നൊരു കുട്ടിയല്ലേ. ജയിക്കും അലീഷയും കുഞ്ഞ്, അതുകൊണ്ട് അവർക്കറിയത്തില്ല. അമ്മാൻ്റെക്ക് ഇതെല്ലാം അത്ഭുതം, ഭയങ്കര ഇഷ്ടം. ആ അമ്മ, ആ അമ്മ, ആ മമ്മി, അങ്ങനെയാ മമ്മി, പൂക്കളിട്ടു മമ്മി. ആ കുഞ്ഞിൻ്റെ സന്തോഷം കാണണം. അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ, ഞങ്ങളുടെ ലൈഫിലും എൻ്റെ അമ്മ പഠിപ്പിച്ച പോലെയാണ് ഞാൻ എൻ്റെ മക്കളെ ഓണനാളുകളിൽ ഓണപ്പൂക്കളും അതും ഇതും ഒക്കെ പഠിപ്പിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് അവിടെ അതുങ്ങൾ ആഘോഷിക്കുന്ന കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഒരു മിനിറ്റേ ഞാൻ പറയാമേ, കുറുകി വന്നേ, ഇത് വേണ്ട എന്നാ കുറുകി വന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിക്കുക. ഇത് ആകുമ്പോൾ ഒരു കുറുക്കം വരും. ലേശം നമുക്ക് വെച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതധികം പണിയില്ല. ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഒരുപാട് സമയമുണ്ട്. അതാണ് ഞാൻ പഞ്ചസാര ഇട്ടു. പഞ്ചസാര അത്യാവശ്യത്തിന് മധുരം ഇനി ഉണ്ടല്ലോ. ഷുഗറുകാരാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഷുഗറുകാരാണെങ്കിലേ മധുരം ഇടേ വേണ്ട, പാലൊഴിക്കുക. എന്നിട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, മറ്റേ അണ്ടിപ്പരിപ്പൊക്കെ അതൊക്കെ ഇടുക. അപ്പോൾ നിങ്ങൾ പായസം വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഷുഗറുള്ളിടത്ത് അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത്, ഈ പായസം വെക്കുന്ന എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പായസം വയ്ക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് മധുരം ചേർക്കുക. അപ്പം നമുക്ക് മധുരം വയ്ക്കാതെ കുറച്ച് മാറ്റാം. ലാസ്റ്റ് കുറച്ച് നമുക്ക് മധുരം വെച്ച് നമുക്ക് മധുരം ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ 2 കൂട്ടരും ഹാപ്പിയായി. മധുരമുള്ളവർക്ക് മധുരമിട്ട് കുടിക്കുകയും ചെയ്യാം, മധുരം ഇല്ലാത്തവർക്ക് മധുരമില്ലാതെ കുടിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യണം കേട്ടോ. ഇന്നിപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എല്ലാവർക്കും കുടിക്കാമെന്നാണ്. ആർക്കും ഷുഗറൊന്നുമില്ല. ഷുഗറുണ്ടോ? ഇല്ലയെന്ന്. നമുക്ക് ഷുഗറുണ്ടോ? അവർക്കും ഷുഗറില്ലാന്ന്. അപ്പോൾ എല്ലാവർക്കും കുടിക്കാം. ഞാൻ ചോദിച്ചാൽ വേറെ ആരും നമ്മുടെ ക്യാമറാമാനോട് ചോദിക്കുകയായിരുന്നു ഷുഗറുണ്ടോയെന്ന്. അപ്പോൾ ഷുഗറില്ലാന്ന്. അപ്പോൾ അവർക്കും കുടിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ തരത്തിൽ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് ഞാൻ വയ്ക്കുന്നത്. ഓട്സ് പായസം. ഒന്ന് വെച്ചിട്ട് ഇനി എന്തെങ്കിലും എന്നെ കാണുമ്പോൾ പറയണം. പിന്നെ ഇതിനകത്ത് ഇനി വേറൊരു സീക്രട്ടോടെ ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾക്കിതിനകത്ത് എന്തെങ്കിലും ചേച്ചി ഇപ്പോൾ പറയുക ഓട്സ് പായസം വെച്ചിട്ട് പറഞ്ഞു ചേച്ചി കുടിച്ചു, പിന്നെ ഒന്നും നമുക്ക് തിന്നാനൊന്നും കിട്ടിയില്ല എന്ന് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിനകത്തോട്ട് ലേശം പഴമില്ലേ, പഴം, ഏത്തപ്പഴം ചേർക്കാം. ഇനി ഏത്തപ്പഴം വേണ്ട, പൂവമ്പഴം ഇല്ലേ, അത് ചെറുതായിട്ട് അരിയുക. ഇനി പൂവമ്പഴം കിട്ടിയില്ലേ, നല്ല ഞാലിപ്പൂവും കിട്ടും, അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഈ എല്ലാം ലാസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ആ പൂവമ്പഴം ആ ഒരു പറഞ്ഞ പഴം കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് അങ്ങ് ഇളക്കുക. അപ്പോൾ പായസം കുടിക്കുമ്പോൾ പായസം കുടിച്ചിറങ്ങിപ്പോവുകയും ചെയ്യും, പഴം നമുക്ക് കഴിക്കുകയും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. നമുക്ക് എന്ത് ഇഷ്ടമുള്ള സാധനത്തിനകത്ത് നമുക്ക് ചേർത്ത് കഴിക്കാം. പിന്നെ ഞാൻ ഏറ്റവും വലിയ ഈ ഷോസിനൊക്കെ ഞാൻ ഒരു ദിവസം ഞാനൊരു ഷോ ആയിട്ട് ബന്ധപ്പെട്ട് പുറം രാജ്യത്ത് പോയപ്പം അവിടെയും ഇതുപോലെ ഓണം ആഘോഷിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, എവിടെ പോയാലും മലയാളികൾ എന്തുണ്ടാക്കിയ ഓണത്തിന് അല്ലെങ്കിൽ അവിയൽ, സാമ്പാർ, രസം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇറച്ചിയുടെ എന്ത് വിഭവം ഉണ്ടാക്കിയാലും നമുക്ക് ഒരൈറ്റം ആ കൂടെ. ഇപ്പോൾ വെജിറ്റേറിയൻ ആണോ, ഒരൈറ്റം ഉണ്ടാവും. നോൺ വെജ് ആണോ, ആ ഒരു സാധനം ഉണ്ടാവും. എന്താണെന്ന് പറയാമോ? പുളിശ്ശേരി. എല്ലാവരും ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ് പുളിശ്ശേരി. നോൺ വെജിൻ്റെ കൂടെ ഉണ്ടാവും, വെജിൻ്റെ കൂടെ ഉണ്ടാവും പുളിശ്ശേരി എന്ന് പറയുന്ന സാധനം. അത് ഞാൻ ലോകമെമ്പാടും ഞാൻ എവിടെയെല്ലാം, ഇപ്പോൾ ഞാൻ USA പോയിട്ടുണ്ട്, ഞാൻ ഓസ്ട്രേലിയ പോയി, ഞാൻ കാനഡ പോയി, ലണ്ടൻ പോയി, ജർമ്മനി പോയി, സിംഗപ്പൂർ, മലേഷ്യ, ഏത് രാജ്യത്ത് പോയിക്കോട്ടെ, നമ്മുടെ മലയാളികൾ ഒരു ദിവസം നമ്മളെ വീട്ടിൽ ഉണ്ണാൻ വിളിച്ചാൽ, അല്ലെങ്കിൽ മലയാളികളായ ഏതെങ്കിലും കടകളിൽ ഞങ്ങൾ ഉണ്ണാൻ പോയാൽ അവിടെ ഉണ്ടാവും ഈ പുളിശ്ശേരി എന്ന് പറയുന്ന സാധനം. അത്ര ഒരു ശ്രദ്ധ നേടിയ സാധനമാണ് പുളിശ്ശേരി. ആ പുളിശ്ശേരി പല വിധത്തിൽ ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കി പ്രേക്ഷകരുടെ മുന്നിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. പുളിശ്ശേരി പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതുപോലെ വിദേശ രാജ്യത്ത് പോയ സമയത്താണ് അവരും ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നത് കാണുന്നത്. അവരൊക്കെ എപ്പോഴും ഈ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വളരെ എന്നാൽ തന്നെ ഓണം ആകുമ്പോഴത്തേക്ക് ആ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഒരു നിമിഷം ഒരു മലയാളികൾ അവിടെ ചെന്നപ്പോൾ മലയാളികളായിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ പോലും, പിന്നെ ചില കുട്ടികൾ അവിടെ ജനിച്ച് വളർന്ന കുട്ടികളുണ്ട്, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന മക്കളുണ്ട്, എങ്കിൽ പോലും അവർ ആ ഓണം ആകുമ്പോഴത്തേക്കും അവരത് നന്നായിട്ട് ഓണം ആഘോഷിക്കുന്നതായിട്ട് ഞാൻ കാണാറുള്ളത്. അതുപോലെ കുഞ്ഞു പിള്ളേരാണോ അല്ല പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട്, വലിയവരാണെങ്കിൽ കേരള സാരിയൊക്കെ കൊടുത്ത്, ആണുങ്ങളാണെങ്കിൽ വലിയ ചുബായും നല്ല മുണ്ടും ഒക്കെ കൊടുത്ത് ഒരു ഭംഗിയല്ലേ. എന്ന് നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടോട്ടെ, ഈ സെറ്റും മുണ്ടിൻ്റെയും ആ സെറ്റും മുണ്ടും ആ മുല്ലപ്പൂ ഒക്കെ വെച്ച് നമ്മളൊന്ന് ഒരുങ്ങി ഒന്ന് വരുമ്പോൾ അത് പ്രത്യേക എന്തൊരു പ്രത്യേക ഒരു ചന്തമല്ലേ. ഏത് ഡ്രസ്സിനേക്കാളും ഏത് ഡ്രസ്സിനും അതിൻ്റേതായ ഒരു സൗന്ദര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓണനാളുകളിൽ എല്ലാവരും ഈ ഇത് വെച്ച് നോക്കണം. അധികം ചേരുവകളൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓട്സ് എടുക്കുക. ഓട്സ് എടുത്തിട്ട് നമ്മളൊന്ന് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പാലൊഴിച്ചിട്ട് നമ്മൾ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്തേരം നമുക്ക് ഇതിനകത്ത് ലൂസ് വേണം അല്ലെങ്കിൽ കട്ടി വേണം, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്നെ ചെയ്യണം, ആ ഒരു കട്ടി നിങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ചാകുമ്പോഴത്തേക്കും നിങ്ങൾ ഓഫ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഞാനിപ്പം ഓഫ് ചെയ്യാനായിട്ട് തയ്യാറപ്പെട്ട് പോവുകയാണ്. ഏകദേശം ഇതുണ്ടാ നന്നായിട്ട് കുറുകിയൊക്കെ വന്നു, വെന്തു. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത്, ഇനി നമ്മൾ ചേരേണ്ട ഒരു സാധനമുണ്ട്. നമ്മൾ ചേർക്കുന്നതാണ് ഇതിനകത്ത്. ഇത് ഞാൻ ചേർത്തതെന്ന് വെച്ചാൽ നല്ല ജീരകം പൊടിച്ചതും ഏലക്കായും അതിച്ചിട്ട് പൊടിച്ചാൽ നല്ലൊരു സ്മെല്ല് കിട്ടും നമുക്ക്. ഓട്സ് പായസം എന്താ നല്ലൊരു സ്മെല്ല് വന്നു. പായസത്തിന് മണം അടിക്കുമ്പോൾ നമുക്കറിയാം. ഇനി അടുത്തൊരു വീട്ടിൽ പായസം ഉണ്ടാക്കിയാലും നമുക്കറിയാൻ പറ്റും, അവിടെ നിന്ന് പായസം ഉണ്ടാക്കുന്നുണ്ട്. ആ സ്മെല്ല് വരും, ആ ഏലക്കാഴയും നല്ല ജീരകത്തിൻ്റെ ഒക്കെ സ്മെല്ല് വരും. അപ്പം അങ്ങനെ ഇത് വെച്ചു. ഞാനിപ്പോൾ അടുത്ത അടുപ്പിലോട്ട് വേണ്ട ചെയ്യാൻ പോവാം. അത് ഓഫ് ചെയ്യുന്നില്ല.
നെയ്യ്. എന്നും പറഞ്ഞ കൊളസ്ട്രോളോ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആൾക്കാരൊക്കെ, കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നെയ്യൊക്കെ ചെറുതായിട്ട് ഉപയോഗിക്കുക. ഞാനിത് രണ്ട് സ്പൂണേ എടുത്തിട്ടുള്ളൂ, കാരണം അധികം നെയ്യ് ഞാൻ എടുത്തിട്ടില്ല. ചൂടായി വരുമ്പോൾ വേണ്ട അണ്ടിപ്പരിപ്പ്. ചിലർ അണ്ടിപ്പരിപ്പും മുന്തിരി ഒരുമിച്ച് വറക്കുന്നവരുണ്ട്. ഇതൊക്കെ എടുക്കുമ്പോൾ ഗ്യാസൊക്കെ ഒന്ന് സിമ്മാക്കി ഒരു ബഹുമാനത്തോടെയൊക്കെ നിൽക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടെ, ഇല്ല ഒന്നും ചെയ്യൂല എന്നും പറഞ്ഞ് വളരെ ബഹുമാനം. അല്ലെങ്കിൽ നമുക്ക് അവൻ പണി തരും, എവിടെയെങ്കിലുമൊക്കെ അവൻ പൊള്ളിക്കും. എന്താ ലേശം എവിടെയോ വെള്ളം ഉണ്ടാവും, ആ പൊട്ടിയത് പാത്രത്തിലല്ല, നെയ്യിൽ എവിടെയോ വെള്ളം ഉള്ളതുകൊണ്ട് അത് പൊട്ടുന്നത്. അത് പ്രത്യേകം വീട്ടമ്മമാർ ശ്രദ്ധിക്കുക, അറിയാൻ മേലത്തിനൊക്കെ വേണ്ടി പറയുന്നത് കേട്ടോ. ഈ വെള്ളത്തിന് പാത്രം നമ്മൾ തുടച്ചിട്ട് ഈ നെയ്യ് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുക, ഇല്ലെങ്കിൽ ഒഴിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഇത് പൊട്ടി ചിലപ്പോൾ മുഖത്തോട്ടൊക്കെ വരുത്തിറക്കും നമുക്ക്. അപ്പം നെയ്യിൽ എവിടെ ഇച്ചിരി വെള്ളം കിടന്നു, അല്ലെങ്കിൽ തവിയിൽ എവിടെയോ വെള്ളം കിടന്നു, അതാണ് ആ പൊട്ടിയത്. അപ്പം എന്നാ ചെയ്യണം, കൂടുതൽ പൊട്ടാൻ അവസരം കൊടുക്കരുത്. നമ്മൾ ഇതാ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു. ഇപ്പം എല്ലാവരും ഇത് വെച്ച് നോക്കണം കേട്ടോ. എവിടെയെങ്കിലൊക്കെ വെച്ച് എന്നെ കാണും. എന്നോട് പ്രേക്ഷകർ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ഇപ്പം എന്നെ കാണുമ്പോൾ എൻ്റെ സിനിമകളിലെ കാര്യത്തെക്കാൾ കൂടുതലവർ എന്നെ ഏറ്റവും കൂടുതൽ പറയുന്ന, മനോ ചേച്ചി ഞങ്ങളത് കണ്ടു, ഞങ്ങളിത് കണ്ടു, ഞങ്ങളത് വെച്ചു, ഞങ്ങളിത് വെച്ചു, നന്നായിരുന്നു എന്നൊക്കെ പ്രേക്ഷകർ പറയാറുണ്ട്. സുഖാണോ എന്നൊക്കെ എന്നോട് അവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ആ മനോ ചേച്ചി ഞങ്ങളോട് സുഖാണോന്ന് ചോദിക്കുന്നില്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി മൂത്ത് നന്നായിട്ട് വന്നാലേ അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് ചേർത്ത് ഇത് അടുപ്പിലുണ്ടെങ്കിലൊന്ന് ഇളക്കി ഒന്നുകൂടെ കൊടുത്താൽ നന്നായിരിക്കും. ആ തൈവലിച്ചുള്ളതുകൊണ്ടാണ് പൊട്ടിയെ. ഞാൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എനിക്ക് പിന്നെ ഇതൊക്കെ നല്ല എക്സ്പീരിയൻസാണ്. ഒരു തുള്ളി നെയ്യ് പൊട്ടിയിടന്ന് എൻ്റെ കൈ ഒന്നും പൊള്ളൂല, കാരണം അവർക്ക് നല്ല ശീലമായിപ്പോയി. ഇതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതാ എന്തെന്ന് പറഞ്ഞാൽ ആ നെയ്യും ആ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തിടുമ്പോൾ ഒരു ഭംഗിയാണ്. പറഞ്ഞ പോലെ വേണമെങ്കിലേ ഞാൻ 2 പഴം കൂടെ വേണമെങ്കിൽ ചേർത്ത് അങ്ങ് വെച്ചേക്കാം. ഏകദേശമൊക്കെ ഇത് ആയി. ഇപ്പം പറഞ്ഞ പോലെ ഇനി കടിക്കാൻ എന്തെങ്കിലും ഇവർ പറയുകയാണെങ്കിൽ അവർക്ക് പായസത്തിൽ കടിക്കാൻ വേണമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേണമെന്ന്. ഞാൻ വിചാരിച്ചിട്ട് പഴം മുമ്പേ പറഞ്ഞ പോലെ പഴം എന്താ പഴം ഇട്ടു. അങ്ങനെ നമ്മുടെ ഓട്സ് പായസം റെഡിയാണ്. ഓണം നല്ല എൻ്റെ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓട്സ് പായസം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഷുഗറും കാര്യമുള്ള അച്ഛനൊക്കെ വീട്ടിലുണ്ട്, അച്ഛനും മുത്തശ്ശിമാരൊക്കെ വീട്ടിലുണ്ടാവും. ഉണ്ടാക്കുമ്പോൾ പഴമൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ ശേഷം മധുരം ഇല്ലാതെ കുറേ സാധനം എടുത്ത് മാറ്റുക, അതിന് ശേഷം മധുരം ചേർക്കുക. അപ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചിട്ട് എന്നും പറയുന്നല്ലേ സൂപ്പറായിട്ടുണ്ട് വാവുന്നൊന്നും ഞാൻ പറയാൻ പാടില്ലല്ലോ. അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചിട്ട് എന്നെ കാണുമ്പോൾ പറയാം, പനം ചേച്ചി ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു എൻ്റെ അടുത്ത് പറയാം. അപ്പം എല്ലാ പ്രേക്ഷകർക്കും എന്താ പറയുക, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണാശംസകളും ഞാൻ നേരുന്നു. നന്ദി.